ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ദീപക് ആത്മഹത്യ ചെയ്ത കേസിലാണ് വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഒടുവിൽ പർദ്ദയും തട്ടവുമിട്ട് കണ്ണുമാത്രം പുറത്തുകാട്ടിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത് ഷിംജിത. റീച്ചിനു വേണ്ടി ഒരു യുവാവിന്റെ ജീവനെടുത്ത കൊലയാളി ഒടുവിൽ പോലീസ് കസ്റ്റഡിയിലാകുമ്പോൾ കേരളം സന്തോഷിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആരവമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പോലീസ് കാട്ടിക്കൂട്ടിയ നാടകം അതാണ്. ഇന്ന് രാവിലെ 10:30 തന്നെ ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരു ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്തത്. ഒരു സ്വകാര്യ കാറിൽ കയറ്റി ഷിംജിതയെ അതിരഹസ്യമായി സൂക്ഷിക്കാൻ പോലീസ് തുടക്കം മുതൽ ശ്രമിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിലോ കോഴിക്കോട് ആശുപത്രികളിലോ ആണ്. അവിടെ എത്തിക്കാതെ അതിരഹസ്യമായി ഷിംജിതയുമായി ഒരു സ്വകാര്യ കാറിൽ പോലീസ് കടന്നുകളഞ്ഞു. മാധ്യമങ്ങൾ വിവരമറിഞ്ഞത് തന്നെ ഉച്ച കഴിഞ്ഞ് 3:30-യോടെയാണ്. അതുവരെ പോലീസ് ഈ വിവരം അതീവ രഹസ്യമായി സൂക്ഷിച്ചു. കോഴിക്കോട് വൈദ്യപരിശോധന നടത്തുന്നതിനു പകരം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി രഹസ്യമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഇതിനിടയിൽ നടത്തി. സാധാരണഗതിയിൽ ഇത്തരം കുറ്റവാളികൾ കുടുങ്ങിയാൽ അപ്പോൾ തന്നെ പോലീസിന്റെ ചില ബ്രീഫിങ്ങുകൾ ഉണ്ട്. ഇത് സംബന്ധിച്ച് വാർത്താക്കുറിപ്പുകൾ പുറത്തെ മാധ്യമങ്ങൾക്ക് നൽകും. എന്നാൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത വിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത്, ഇവൾ എന്താ VIP-യോ? ലീഗിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഷിംജിതയ്ക്ക് എന്തിനാണ് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? ഷിംജിതയെ എന്തിനാണ് പോലീസ് പൊതിഞ്ഞു പിടിക്കുന്നത് എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹാസത്തോടെ ചോദിക്കുന്നു. എന്നാൽ ഷിംജിതയുടെ അറസ്റ്റ് രഹസ്യമാക്കത്തക്ക സൂക്ഷിക്കാൻ കാരണം പ്രതിഷേധം കണക്കിലെടുത്താണ് എന്ന് പോലീസ് ഒടുവിൽ ഒഴിവ് കഴിവ് പറയുന്നു. അതൊന്നും ഒരു തൊടിന്യായമല്ല. ദീപക് എന്ന യുവാവിനെ മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത അതിക്രൂരയായ ഒരു കൊലപാതകിയാണ് ഷിംജിത എന്ന് സമൂഹ മാധ്യമങ്ങൾ ഒന്നടക്കം പറയുന്നു. കേരളത്തിലെ മാധ്യമങ്ങളും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ഷിംജിതയുടെ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് ജീൻസും ഇടുങ്ങിയ ടീഷർട്ടും മോഡേൺ ഡ്രസ്സുകളുമൊക്കെ ആയിട്ടാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ തദ്ദേശ ഭരണ സ്ഥാനാർത്ഥിയായി ഇവർ പ്രത്യക്ഷപ്പെട്ടിരുന്നത് പർദ്ദയും തട്ടവും ഇട്ട്. പലതരത്തിലുള്ള കഥകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ഇവിടെയാണ് സമൂഹ മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ഷിംജിതയ്ക്ക് നേരെ എറിയുന്നത്. നിരപരാധിയാണ് എന്ന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ എന്തിന് ഷിംജിത ഒളിവിൽ പോയി? കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനു മുന്നിൽ അവർ പതറുകയാണ്. പോലീസ് പിടികൂടിയതിന് തൊട്ടു പിന്നാലെ അവർ കരച്ചിലോട് കരച്ചിലായിരുന്നു. തെറ്റുപറ്റിയെന്ന് പോലീസിനോട് അവർ ഏറ്റുപറയുന്നു. എന്നിട്ടും എന്തിനാണ് ഇത്തരം കുറ്റവാളികളെ പോലീസ് സംവിധാനങ്ങൾ ഇവിടെ സംരക്ഷിക്കുന്നത്? ഷിംജിതയുടെ മൊബൈൽ ഫോൺ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ തെളിവ്. ഇതുവരെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് അറിയുന്നത്. ഷിംജിത എന്തിനാണ് അവളുടെ മൊബൈൽ ഫോൺ ഒളിപ്പിച്ചു വെച്ചു? ദീപക് ബസ്സിനുള്ളിൽ അവളോട് അടുത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തത്? ഷിംജിത സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ചെയ്ത വീഡിയോയുടെ പൂർണ്ണരൂപം അവർ എന്തുകൊണ്ട് പുറത്തുവിട്ടില്ല? വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നത് വ്യക്തമാണ്. മറ്റൊരു പെൺകുട്ടി അയാൾ ഉപദ്രവിക്കുന്നത് കണ്ടു എന്ന പച്ചക്കള്ളമാണ് ഷിംജിത സമൂഹ മാധ്യമങ്ങളിലൂടെ ആദ്യം വിളിച്ചു പറഞ്ഞത്. ആ പെൺകുട്ടി ഇതുവരെ പരാതിയുമായി എത്തിയിട്ടില്ല. മറ്റൊരു പെൺകുട്ടിയെ ഇയാൾ സ്പർശിക്കുന്ന വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുമില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്ന പച്ചക്കള്ളം ഇവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരു പോലീസിനു മുന്നിലും ഇവൾ പരാതി പറഞ്ഞില്ല, പരാതി എത്തിച്ചില്ല. ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളിലും ദീപക് സ്ത്രീകളോട് അപമര്യാദമായി പെരുമാറുന്ന ഒരു ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് ഒരു സ്ഥലങ്ങളിലും ഇത്തരം ഒരു ശല്യം ദീപകിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതായി ഒരു തെളിവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു ബസ്സിൽ ദീപക് സഞ്ചരിക്കുമ്പോൾ മറ്റൊരാൾക്കും ദീപകിന്റെ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ യാതൊരുവിധ പരാതിയുമില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദീപകിനോട് ഇവൾ സംസാരിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ സഹയാത്രികർ പറയുന്നത്. അപ്പോൾ ദീപക് പെട്ടെന്ന് ഇറങ്ങി ഓടിപ്പോയി എന്നൊക്കെ ഇവൾ പച്ചക്കള്ളം പറഞ്ഞു. താൻ പറഞ്ഞ നുണകൾ സാധൂകരിക്കാൻ കഴിയില്ല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായപ്പോഴാണ് അവൾ ഒളിച്ചോടിയത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ആ വേളയിൽ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ അവൾ അടപടലം പെട്ടു.